വീണ്ടും പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയാണ് കേസ്. ഷാഫി പറമ്പിലടക്കം 5 പേർക്കെതിരെയാണ് കേസ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനാണ് സാധ്യത. ഈ മാസം 22 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി. ഇവരുമായി ശ്യാം കങ്കാലിൽ ചേരുകയാണ്. ശ്യാം, ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് 5 പേർക്കെതിരെ, ഷാഫി പറമ്പിലിന് അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നതിനൊപ്പം രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. KP രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടന്നു വന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയതും തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. തുടർന്ന് അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണ്. ഒപ്പം തന്നെ സമരജ്വാല എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഷാഫി പറമ്പിലും നേമം ഷജീർ അടക്കമുള്ള 5 പേരും മറ്റ് കണ്ടാൽ അറിയാവുന്ന 150ഓളം പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ സമരങ്ങളോ പ്രതിഷേധങ്ങളോ നടത്താനോ പൊതുനിരത്ത് കയ്യേറി അത്തരത്തിൽ സമരങ്ങൾ നടത്താനുള്ള അനുമതി ഇല്ലാത്ത പക്ഷം അത്തരത്തിൽ പോലീസിൻ്റെ അനുമതി ലംഘിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിൽ സമരം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഷാഫി പറമ്പിലടക്കമുള്ള സംസ്ഥാന നേതാക്കളെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് 1, 2, 3, 4, 5 പ്രതികൾ സംസ്ഥാന ജില്ലാ നേതാക്കളാണ്. മറ്റ് 150ഓളം കണ്ടാൽ അറിയാവുന്ന പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ വീണ്ടും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം മഞ്ചൂർ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് VD സതീശനടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. ഒപ്പം എല്ലാവിധ പിന്തുണയും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ജാമ്യാപേക്ഷ വീണ്ടും നൽകിയത്. നമുക്കറിയാം, ആദ്യ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടായിരുന്നു 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ റിമാൻഡിൽ വിട്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടൂരിലെ വീട്ടിലെത്തി കന്റോൺമെൻറ്റ് പോലീസ് വീട് വളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. തുടർന്ന് ഈ കേസിലെ 1, 2, 3 പ്രതികൾ പുറത്തു നിൽക്കുക, അതായത് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് 1ാം പ്രതിയായിട്ടുള്ള കേസിലടക്കം ഈ 4ാം പ്രതിയായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുള്ള ഉണ്ടാകുന്നത്. ഈ പ്രതിഷേധിക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ജയിലുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും അത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും നൽകുന്നത്. ശ്യാം, ഒപ്പം തന്നെ ഇപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിൽ തന്നെയുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തിനും ഇതിനകം ഉയർന്നു കഴിഞ്ഞിരുന്നെങ്കിലും വരും ദിവസങ്ങളിലടക്കം അതിശക്തമായ പ്രതിഷേധവുമായി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനവും? തീർച്ചയായും KP പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വലിയ പ്രതിഷേധങ്ങൾ, അതായത് ഈ വീണ്ടും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, അറസ്റ്റുകൾ നടക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രം നടത്തുമ്പോൾ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ മാത്രം പ്രതിഷേധം നടത്തുമ്പോൾ ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ മര്യാദ ലംഘിക്കാതെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെ അക്രമ സമരമായി കണ്ട് അതിനുമേൽ നടപടിയെടുക്കുന്ന പോലീസിൻ്റെ കിരാത നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിലും കേസെടുത്ത പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം VD സതീശൻ ഇത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതി പരിഗണിച്ചേക്കുമെന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം ജനുവരി 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ
റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം 2 തവണ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ്. അതായത് മറ്റ് കേസുകളിലൊന്നും തന്നെ, സ്വാഭാവികമായ കേസുകളിലൊന്നും തന്നെ കെട്ടുകഴിവില്ലാത്ത സംഭവമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മോശമാണ് എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം വക്കീൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ തുടർ ചികിത്സ ആവശ്യമാണെന്ന ആ ഒരു കാര്യം കൂടി പരിഗണിച്ചായിരുന്നു റിമാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ആ മെഡിക്കൽ പരിശോധന ഫലത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതായത് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മഞ്ചൂർ കോടതി 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും തുടർന്ന് വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല, സമരജ്വാല എന്ന പേരിൽ നടത്തുന്നതിനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. KP തിരുവനന്തപുരത്ത് നിന്നും ശ്യാം കങ്കാലിലാണ് വിശദാംശങ്ങൾ നൽകിയത്.